അവരോട് പറയപ്പെട്ടാൽ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും, ആ റെക്കമെൻഡിന് വേണ്ടി നബി തങ്ങളോട് ആവശ്യപ്പെടാൻ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ അവർ തലയങ്ങ് തിരിച്ചു കളയും, അവർ പിരിഞ്ഞു പോകും. എന്താ കാരണം? മുസ്തക്ബിറൂൻ, അവർ കിബറന്മാരാണ്. ഞങ്ങൾ ദോഷം ചെയ്യേണ്ട ഞങ്ങൾ പഠിച്ചവരോട് ഡയറക്റ്റ് പറഞ്ഞോളൂ, അങ്ങനെ മുഹമ്മദ് നബിയോട് പറഞ്ഞു കൊടുക്കണമെന്നില്ല എന്ന അഹങ്കാരമാണ്. അല്ലാഹു പറയാണ്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബി തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്, എല്ലാ ശത്രുക്കളോടും കാരുണ്യമാണ്. അതല്ലേ നബി തങ്ങളുടെ വലിയ മഹത്വം. എല്ലാവരോടും കാരുണ്യം. എന്റെ സ്ഥാനം വകവെച്ച് തരാത്ത, ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് വിശ്വസിക്കാത്ത ഈ മുനാഫിഖിനോടും കാരുണ്യമുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് നബി തങ്ങളോട് അല്ലാഹു പറയാണ്, ഓ നബിയെ, അവര് തങ്ങളോട് ആവശ്യപ്പെടുന്നില്ലെങ്കിലും തങ്ങളെ വകയിൽ തങ്ങളൊന്നും എന്നോട് അവരെ ദോഷം പൊറുക്കണോന്ന് റെക്കമെൻഡ് ചെയ്താൽ അംലം തസ്തഗ്ഫിർ ലഹും, ഇല്ലേ തങ്ങൾ പൊറുക്കലിനെ ചോദിച്ചില്ല, റെക്കമെൻഡ് ചെയ്തില്ല, എന്തായാലും തങ്ങളെ സ്ഥാനം വകവെച്ച് തരാത്ത, തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടാൻ പറയുമ്പോ തലതിരിക്കുന്ന കക്ഷികൾക്ക് അല്ലാഹു പൊറുക്കൂല നബിയെ. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. റസൂലുള്ളാഹിന്റെ സ്ഥാനം വകവെച്ച് കൊടുക്കണം, അത് വകവെച്ച് കൊടുക്കാത്തവര് ഞാൻ പൊറുക്കൂല എന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. ഓ സുഹൃത്തുക്കളെ, അതെ. പിന്നെ മധ്യവർത്തി വേണ്ടാന്ന് ആര് പറഞ്ഞു? ഖുർആൻ ഇങ്ങനെ പറയുമ്പോ മധ്യവർത്തി വേണ്ടാന്ന് ആര് പറഞ്ഞു? അല്ലല്ലേ ഇതൊക്കെ പറഞ്ഞത്?